ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്താണ്, സുഖാണല്ലോ അല്ലെ? എന്തൊക്കെയാണ് വിശേഷങ്ങള്? കമന്റ് ടൈപ്പ് ചെയ്യൂ, വിശേഷങ്ങളൊക്കെ പറയൂ. ഓക്കെ, ഇന്ന് നമ്മള് ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ടൂളായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആം, ഒരുപാട് നമുക്ക് ഫീൽ ഗുഡ്, നമ്മളെ ഒരുപാട് നമ്മുടെ വൈബ്രേഷൻ ഒരുപാട് ഉയർത്തുന്ന ഒരു ഒരു ടെക്നിക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് എബ്രഹാം ഹിക്സ് ആണ്. ഹിക്സിന്റെ ബുക്കിലൂടെയാണ് നമ്മളത് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി അറിയുന്നത്. ഇതിനെ പറയുന്നത് ഫോക്കസ് വീൽ എന്നാണ്. ഫോക്കസ് വീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, നമ്മള് എന്തിലേക്കാണോ നമ്മുടെ ഫോക്കസ് കൊടുക്കുന്നത് അത് നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ ഇതൊക്കെ എത്ര അറിയാമെങ്കിലും നമുക്ക് കുറച്ച് ഡൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ പഴയതിലേക്ക് നമ്മൾ പിന്നെയും എന്തുകൊണ്ട് അതെനിക്ക് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല, എന്തുകൊണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ചോദിച്ചോക്കുന്നത്, എന്തുകൊണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് നോക്കുമ്പോൾ അതിന്റെ ഉത്തരങ്ങളാണ് യൂണിവേഴ്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കണേ അല്ലേ. അത് ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരാണ്. കാരണം അബദ്ധമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കൈവിട്ട് പോകുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇതെന്താണ് എനിക്ക് മാത്രം ഇത് വർക്ക് ചെയ്യാത്ത, എനിക്ക് മാത്രം ഇങ്ങനെ നടക്കാത്ത, ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഈ പ്രപഞ്ചം നമുക്ക് ഉത്തരം തരുന്നത്. അപ്പൊ എന്തുകൊണ്ട് അതെനിക്ക് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ആ കിട്ടാത്തതിന്റെ ഉത്തരം ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന് പ്രപഞ്ചം കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും. അതിന് പകരമായിട്ട് എന്തുകൊണ്ട് അതെനിക്ക് കിട്ടണം, അതിന് എന്തുകൊണ്ട് ഞാൻ യോഗ്യനാണ്, അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് അർഹതയുണ്ട് എന്നുള്ള ചോദ്യമാണ് ചോദിക്കണമെങ്കിൽ അതിന്റെ ഉത്തരം ഈ പ്രപഞ്ചം കാണിച്ചു തരും. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ് ഫോക്കസ് വീല്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇത് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. വൈറ്റ് ബോർഡ് എടുക്കാം. വൈറ്റ് ബോർഡ് എടുത്തിട്ട് ഒരു മിനിറ്റ്, സൗണ്ട്. ഓക്കെ, ഈ ഫോക്കസ് വീൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പേപ്പർ എടുക്കാം. ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ ഒരു 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 സർക്കിളിന്റെ ഷേപ്പ് ഒന്നും നോക്കണ്ട. എനിക്ക് ആദ്യമൊക്കെ ഇത് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു, ഇതിങ്ങനെ ഇങ്ങനെ വരക്കാനൊന്നും ഇതെടുക്കാനൊന്നും. ഇപ്പൊ അതൊക്കെ പഠിച്ചു. അപ്പോ ഇങ്ങനെ ഒരു സർക്കിൾ ആയിട്ടില്ല, എന്നാലും വരക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിന് നടുക്കൊരു സർക്കിൾ വരക്കാം. ചെറിയൊരു സർക്കിൾ വരക്കാം. ഓക്കെ, ചെറിയൊരു സർക്കിൾ. എന്നിട്ട് ഇതിനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യും. ഫോക്കസ് വീൽ എന്നാണ് ഇതിന്റെ പേര്. ഒരു വീല് പോലെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യും. കേട്ടാ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. വെച്ചിട്ട് മാറിപ്പോയതാണ് സ്ഥലം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അളന്ന് നോക്കിയാല് പെരിമീറ്ററും ഒക്കെ തെറ്റാണ് കേട്ടോ. ഒക്കെ നോക്കിയാൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഇത്ര മതി. ഇനി വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, കുഴപ്പമില്ല. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യണത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പാരലായിട്ട് ഇപ്പുറത്തെ സൈഡിലും വരക്കുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അധികം ചെറുതാക്കണ്ട, അപ്പൊ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നമുക്കത് എഴുതാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നടുക്ക് നമുക്ക് വേണ്ട ആഗ്രഹം എന്താണോ അത് നടുക്ക് എഴുതാം. ഇപ്പൊ എനിക്ക് വേണ്ട കാര്യം ഒരു 50,000 രൂപയാണ് എനിക്ക് വേണ്ടതെന്ന് നോക്കാം. ചെറിയൊരു ഉദാഹരണം പറയുവാണേ. 50K എനിക്ക് ഈ മന്ത് എനിക്ക് വേണ്ട, എൻ്റെ ടാർഗറ്റ് 50K, 50,000 രൂപയാണെന്ന് എഴുതാം. അപ്പോ 50K മണി. ഓക്കെ, മണി എന്നും കൂടെ എഴുതാം. അപ്പോ കറക്റ്റ് സ്പെസിഫൈ എഴുതുമ്പോൾ അത്രയും നല്ലതാണ്. മണി എനിക്ക് ഇത് എഴുതാൻ പറ്റുള്ള മണിയാണെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് മണി മാത്രമാണെങ്കിൽ എഴുതാം. പക്ഷെ എമൗണ്ട് എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അങ്ങനെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 50K കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ് നമ്മുടെ ഫോക്കസ് അല്ലേ. ഈ ഫോക്കസ് നമ്മൾ വന്നിട്ട് ഇനി എന്തുകൊണ്ട് ഇത് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇത് കിട്ടിയാൽ എനിക്ക് ഉണ്ടാവുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ എന്തൊക്കെയാ. ഫസ്റ്റ് ഇവിടെ ഞാൻ ഇത് വെച്ച് എഴുതുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റൂല. നിങ്ങൾ പേനയും പേപ്പർ വെച്ചിട്ടല്ലേ എഴുതുക, അപ്പൊ എഴുതാൻ പറ്റൂലോ. അപ്പൊ എഴുതുക എന്താണ് ഒരു ആസ്പെക്ട്. ഞാൻ എനിക്ക് 50,000 രൂപ ഒരു മാസം കിട്ടുവാണെങ്കിൽ, ഞാൻ ചെറിയൊരു എമൗണ്ട് അല്ലെങ്കിൽ ചെറിയൊരു എക്സാമ്പിൾ എഴുതാം. നിങ്ങൾക്ക് 50 ലക്ഷം വേണമെങ്കിൽ എഴുതാം, 50 കോടി എഴുതാം. നിങ്ങൾക്ക് എത്ര വേണം, നിങ്ങളുടെ തിങ്കിങ് കപ്പാസിറ്റി, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി അനുസരിച്ച് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇപ്പൊ ഇത് നടുക്ക് 50 മണി മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഹെൽത്ത് ആണെങ്കിൽ അത് എന്താണോ അത് എഴുതാം. ഇപ്പൊ നല്ല ലോങ് ഹെയർ ഒക്കെ വേണമെന്ന് എഴുതാം, അത് എഴുതാം. ലോങ് ഹെയർ. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പൊ 50K ആണെങ്കിൽ നമ്മൾ 50K എഴുതിയോണ്ട് 50Kയുടെ കാര്യം പറയാം. 50K ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ്, എനിക്ക് നല്ല നല്ല എന്താ 50K ഉണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. 50,000 എനിക്ക്
കാരണം എന്റെ ലെവലിൽ 50K ആണെങ്കിൽ അതാണ് എന്നെ ഹാപ്പി ആക്കുന്നത്. എന്റെ ആഗ്രഹം 50 ലക്ഷം ആണെങ്കിൽ 50K കിട്ടിയതുകൊണ്ട് ഹാപ്പി ആവണല്ലോ. പക്ഷെ ഹാപ്പി ആവാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് വേറെ കാര്യം. അതെ, ഞാൻ ഹാപ്പി ആയിരിക്കും. ഹാപ്പിനെസ് ഇപ്പൊ ഞാൻ എഴുതി വരുമ്പോൾ കുറെ സമയം എടുക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതുക, നിങ്ങൾ പേന വെച്ചിട്ട് എഴുതുക. അപ്പൊ ഹാപ്പിയുടെ ഇതൊക്കെ ശരിയായില്ല. ഹാപ്പി ഞാൻ കറക്റ്റ് എഴുതാം. ഹാപ്പി. ഓക്കെ. അതെ. പിന്നത്തത് എന്താണ്, എനിക്ക് ഇന്ന ആളെ സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്നാൾക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഞാൻ മണി എൻ്റെ പണവുമായിട്ടുള്ള എൻ്റെ കണക്ഷൻ ഭയങ്കര സ്ട്രോങ് ആവും, അല്ലെങ്കിൽ എനിക്ക് കുറേ ആവശ്യമുള്ള ഡ്രസ്സുകളും കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഞാൻ കുറച്ചുകൂടെ സെക്യൂർഡ് ആവും. പിന്നെന്താണ്, എനിക്ക് യാത്രകൾ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകാനുള്ള യാത്രകളൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെന്താണ്, ഞാൻ വളരെ ഡിവൈൻ ആണ് എനിക്കൊരു ഫീല് വരും. എനിക്ക് ഞാൻ ബ്ലെസ്ഡ് ആണെന്നുള്ള ഫീൽ വരും. അപ്പൊ അങ്ങനെ അങ്ങനെ ഈ ആരക്കാലുകൾ മൊത്തം, ഈ വീലിന്റെ ആരക്കാലുകൾ മൊത്തം, ഇത് മൊത്തം നമ്മൾ നറുക്കുക. എത്ര എണ്ണം ഉണ്ടോ അത് വെച്ചിട്ട് നിങ്ങൾ ഇതിൽ നിങ്ങളുടെ ഫീൽ ഗുഡ് ആയിട്ട് തോന്നുന്നു അത് മനസ്സിൽ വെച്ചിട്ട് ഇതിലേക്ക് എഴുതുക. അപ്പോ ലാസ്റ്റ് ഇതെല്ലാം എഴുതി കഴിഞ്ഞ് നിങ്ങൾ ഇത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ്? 50,000 രൂപ കിട്ടിക്കഴിഞ്ഞാലുള്ള സന്തോഷങ്ങളിൽ മാത്രമാണ് നിങ്ങളുടെ ഫോക്കസ്, അല്ലെ? ഇപ്പൊ കിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾ അതിനെപ്പറ്റി കുറെ ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ ഓക്കെയാണ് സംഭവിച്ചത്, അതൊന്നും ഞാൻ അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ വിട്ടേക്കാം. നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഇന്നതിലായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി 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 ഇത് നടക്കുക. എന്നിട്ട് ഇത് നോക്കിയിട്ട് ഒരു 2 സെക്കൻഡ് നമ്മൾ നോക്കുക, ഒരു 1-2 മിനിറ്റ് നമ്മൾ നോക്കി വായിച്ച് നമ്മളത് ഫീൽ ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നു, ഫീലിങ്ങിലാണ് ക്രിയേഷൻ. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ 50,000 അല്ല 5,000 രൂപ പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണത്? ആ ഫീലിംഗ് ആണ് നിങ്ങൾ പിന്നെയും പിന്നെയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണോ, നിങ്ങൾക്ക് ഇപ്പൊ ആഗ്രഹിച്ച കാര്യങ്ങളില്ല, പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി ഭയങ്കര ഡെസ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമ്മുടെ ഫീലിംഗ്, നമ്മുടെ ഫോക്കസ് മാറ്റാൻ നമ്മൾ പിവറ്റിങ്ങിന് വേണ്ടിയുള്ള നല്ലൊരു എഫക്റ്റീവായ ടെക്നിക്കാണിത്. അപ്പോൾ ഇത് വായിക്കുക, നിങ്ങൾ ആ ഫീൽ ചെയ്യുക, ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു എക്സൈറ്റ്മെന്റ് മൂഡ് ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് 50,000 രൂപ എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഈ മന്ത് എനിക്ക് 50,000 രൂപ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്റ്റിലൂടെ 50,000 രൂപ കിട്ടുമ്പോൾ അത് ഭയങ്കര വാല്യൂ ആണ്. 50,000 രൂപ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, നമ്മളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഈ മുത്തുമാലയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് വരുന്നത്. ഞാൻ ഈ മുത്തുമാലയൊക്കെ വിറ്റിട്ട് എനിക്ക് 50,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു 50 ലക്ഷം രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വേറെ ഉണ്ടെങ്കിലും അതിനേക്കാൾ സന്തോഷം തോന്നും. അതാണ് ഈ പൈസ എനർജിയാണെന്ന് പറയുന്നത്. ഇതിന് ഭയങ്കര എനർജി ആയിരിക്കുള്ളൂ. ഈ 50,000 ഈ മുത്തുമാല വിറ്റിട്ട് എനിക്ക് കിട്ടിയ 50,000-ത്തിന് ഭയങ്കര എനർജി ആയിരിക്കും. എൻ്റെ കയ്യിൽ കുറേ ലക്ഷങ്ങൾ കോടികൾ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അതൊന്നും എനിക്ക് അത്രയും ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നില്ല. പക്ഷെ ഞാൻ പണിയെടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ ചെയ്തിട്ട് കിട്ടിയ പൈസക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എഴുതുന്നതിനാണ് ഫോക്കസ് വീൽ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായ ഒരു ടെക്നിക്കാണ്. നിങ്ങൾ ചെയ്തു നോക്കൂ. നമ്മുടെ വിഷമങ്ങളെല്ലാം ശരിക്കും ഒരു തോട്ട്സ് മാത്രമാണ്, ചിന്തകൾ മാത്രമാണ്. ആ ചിന്തകൾക്ക് നമ്മൾ ഇമോഷൻ കൊടുക്കുമ്പോഴാണ് അത് വർക്ക്ഔട്ട് ആവുന്നത്. അപ്പോഴാണ് ഇത് ലോ ഓഫ് അട്രാക്ഷൻ അതിൽ വർക്ക് ആവുന്നത്. അപ്പൊ നമ്മളുടെ നെഗറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരുന്ന ചിന്തകൾക്ക് ഒരുപാട് ഇമോഷൻ കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ കുറച്ച് സമയം അതിൽ നോക്കുക, എഴുതുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറ്റൻഷൻ കിട്ടും. ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ തിരിക്കില്ലേ, ആ കുഞ്ഞുങ്ങൾ അത് തന്നെ പറഞ്ഞിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന പിന്നെ പിന്നെ കരച്ചിൽ കൂടും. നമ്മൾ എന്ത് ചെയ്യും, ഒരു അമ്മ ഇതിനെടുത്തിട്ട് കരയുമ്പോൾ, കുഞ്ഞ് കരയുമ്പോൾ എന്താണ് അതിനെടുത്തിട്ട് പോയിട്ട് പുറത്തൊക്കെ കൊണ്ടുപോയി അതിനെ ശ്രദ്ധയൊക്കെ മാറ്റി കരച്ചിൽ മാറ്റൂല. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യണ പോലെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെ മനസ്സിനെ വഴക്ക് പറഞ്ഞിട്ട് തല്ല് കൂടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശ്രദ്ധ മാറ്റണം. അത് തന്നെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യണേ. ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള വലിയ പേരൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യണത് ഇത് തന്നെയാണ്. നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക്, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ ഇമോഷൻ മാറുമ്പോൾ, നമ്മുടെ ഫീലിങ്സ് മാറുമ്പോൾ നമ്മളിലേക്ക് വരുന്ന, നമ്മൾ അട്രാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നമ്മൾ പ്രവഹിപ്പിക്കുന്ന വൈബ്രേഷൻ വ്യത്യാസം വരും. ഈ വൈബ്രേഷൻ മാറുന്നതനുസരിച്ച് നമുക്ക് ക്രിയേഷൻ പൂളിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ലോ ഓഫ് അട്രാക്ഷന്റെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫീലിങ്സ് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഫോക്കസ് വീൽ എന്നാണ് ഈ ടെക്നിക്കിന്റെ പേര്. വളരെ എഫക്റ്റീവ് ആയ ഒരു ടെക്നിക്കാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ലോ ഓഫ് അട്രാക്ഷന്റെ കറക്റ്റ് യൂസേജ്, ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പൊ എല്ലാവർക്കും അറിയാം, പക്ഷെ അതിന് കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞാൽ, എങ്ങനെ നമ്മൾ ഇമോഷണൽ ഫീലിംഗ് കൊടുത്ത് കറക്റ്റായിട്ട് ഉപയോഗിക്കണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം സോറി
സോ നമുക്ക് നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചയും മൈൻഡ് പവർ അക്കാദമി ഫ്രീ ആയിട്ടൊരു വെബിനാർ നടത്തുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 7:30 വെബിനാർ. ആ വെബിനാറിൽ ജോയിൻ ചെയ്യേണ്ട നമ്പർ, വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് വെബിനാറിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ. ലവ് യു ആൾ.